നമുക്ക് ഭാഗവതം ഒരു ചൂണ്ടുവലകയായി നിന്ന് ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് ആവേണ്ടത്? ദക്ഷനാവണോ ധ്രുവനാവണോ എന്ന് ചോദിക്കുകയാണ്. ദക്ഷനാവാനാണ് എളുപ്പം, ധ്രുവനാകാൻ അത്ര എളുപ്പമല്ല. അഹങ്കാരം വരാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അലങ്കാരമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുക വളരെ ബുദ്ധിമുട്ടുമാണ്. ഇപ്പൊ ഒരു ധ്രുവ സംസ്കാരമുള്ള ഒരു സപ്താഹ സത്രവേദിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അഹങ്കാരമില്ലാത്ത, ദക്ഷചിന്തയില്ലാത്ത ഈ സത്രം ഭഗവൽ സമർപ്പണമാണ് എന്ന് കരുതുന്ന ഒരുപാട് ഭക്തന്മാരുടെ, അതിന് നേതൃത്വം നൽകുന്ന ഈ കുടുംബത്തിൻ്റെ, കൂടുമ്പോഴാണ് ഇമ്പം, അതാണ് കുടുംബം എന്ന് പറയുന്ന ആ ഭാഗവത കുടുംബത്തിലിരുന്നു കൊണ്ട് ഈ കഥകളെ അനുസ്മരിക്കുമ്പോൾ ദക്ഷന്റെ കഥയല്ല നമ്മൾ കൂടുതൽ പറയേണ്ടത്, ധ്രുവന്റെ കഥയാണെന്ന് തോന്നുന്നു. എങ്കിലും ദക്ഷന്റെ കഥ പറഞ്ഞാലേ ധ്രുവന്റെ കഥയുടെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. മഹാദേവനെ അപമാനിക്കാൻ വേണ്ടി ഒരു യജ്ഞം, ദംഭയജ്ഞം നടത്തുന്ന ആളുകളെ പ്രത്യേകമായിട്ടുള്ള നരകത്തിൽ കൊണ്ടുപോയിടും എന്ന് പറയാറുണ്ട്. നമ്മുടെ അഹങ്കാരം, ഗർവ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഭഗവാനുള്ള സമർപ്പണമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ദക്ഷന്റെ യാഗത്തിന് ഹരനെ ക്ഷണിച്ചിട്ടില്ല എന്ന് വന്നപ്പോൾ ഹരിയും യാഗത്തിന് പോയില്ല, ബാക്കി എല്ലാവരും പോയി ആളുകൾക്കൊക്കെ വീരഭദ്ര പെരുമാളിൻ്റെ എന്ന ആവശ്യത്തിന് കിട്ടുകയും ചെയ്തു. പിന്നീട് മഹാദേവന്റെ അടുത്തേക്ക് വരാൻ തോന്നിയുള്ളൂ. അപ്പം അടി കിട്ടുമ്പോഴാണ് നമുക്ക് മഹാദേവനെ കുറിച്ചുള്ള ഓർമ്മ വരിക. ദക്ഷന് അഹങ്കാരത്തിന്റെ തലപ്പൊക്കം ആവോളം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ആളുകൾ ആദരവ് നൽകുമ്പോൾ നമുക്ക് അഹങ്കാരം ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ നമ്മുടെ ഉള്ളിൽ തോന്നുകയായി, ഞാൻ ഇവരിൽ നിന്നൊക്കെ എത്രയോ മുകളിലാണ് എന്ന് തോന്നും. അപ്പൊ അഹങ്കാരത്തിന്റെ തലപ്പൊക്കം ഇല്ലാതെയാവണം. ഗുരുവായൂരപ്പൻ അത് ഓരോ മേശാന്തിമാരോടും പറയാതെ പറയാറുമുണ്ട്. കാരണം ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ തല താഴണം. ആദ്യം തല താഴ്ന്നാലേ മേശാന്തിയാവാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് മേശാന്തി ആയിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക്, ആ പാതാളാഞ്ജനശിലയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ തല ആവോളം താഴ്ത്തണം. നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ, കേരളീയ ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു സംസ്കാരം തന്നെ അതാണ്, തല താഴണം എന്നാണ്. അതല്ലെങ്കിൽ തലയിടിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയോ വലിയ പ്രാസാദങ്ങൾ, എത്രയോ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചാലും ഗർഭഗൃഹത്തിൻ്റെ വാതിൽ വളരെ ചെറുതായിരിക്കും. അവിടേക്ക് തല കുനിച്ചേ അകത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെ നിറപുത്തരിയുടെ അന്നൊക്കെ മേശാന്തി നമസ്കരിച്ചും കൊണ്ട് അകത്തേക്ക് കിടക്കേണ്ട അവസ്ഥ വരും. കാരണം തോളത്ത് ആ നെൽക്കതിരിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പം അത് കാരണം കൊണ്ട് തല നല്ലോണം താഴണം ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. അപ്പൊ ദക്ഷൻ അങ്ങനെയല്ല, തലപ്പൊക്കം കാണിച്ചു എന്നാണ്. ധാതുരതിലാളനയാന്നാണ് പട്ടേരിപ്പാട് പറയണത്. നമ്മൾ കുട്ടികളെ വേണ്ട പോലെ ശിക്ഷിച്ചു വളർത്തിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അതിലാളന കാണിച്ചാൽ അപകടം ഉണ്ടാവും. അത് ദക്ഷന്റെ കാര്യത്തിൽ സമർത്ഥനാണ് ആള്, പക്ഷേ സാമർഥ്യം കുറച്ച് കൂടിപ്പോയി. നമ്മൾ ഗ്രാമ്യ ഭാഷയിൽ കളിയാക്കി പറയാറുണ്ട് അല്ലേ, കഴിവ് ഏറരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി തീരും? കഴിവേറി എന്ന് വിളിക്കും ആളുകൾ. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആളാണ് ഈ ദക്ഷൻ. അതുകൊണ്ടാണ് തന്നെ സത്രത്തിന് വന്ന എല്ലാവരും ആദരിച്ചപ്പോൾ തൻ്റെ പിതാവായിരിക്കുന്ന ബ്രഹ്മാവ് എഴുന്നേറ്റില്ല പോട്ടെ, പക്ഷെ തന്നെ പിതാവായിട്ട് കണക്കാക്കേണ്ടുന്ന ശിവൻ എഴുന്നേൽക്കാതെ വന്നപ്പോൾ ദേഷ്യം വന്നതും ശപിച്ചതും, നിനക്കെനി രുദ്രഭാഗം യജ്ഞഭാഗമില്ലാതെയായി പോട്ടെ എന്ന് ശപിച്ചതും. ശാപം കേട്ടിട്ട് ഭഗവാൻ ഒരു കുലുക്കമുണ്ടായില്ല. പക്ഷേ ഭഗവാന്റെ വാഹനമായ നന്ദികേശ്വരന് നന്ദികേട് കാണിച്ചാൽ നന്ദികേശ്വരൻ പൊറുക്കില്ല അല്ലേ. അപ്പോ നന്ദികേശ്വരൻ എന്ത് പറഞ്ഞു? നീ ഇങ്ങനെ മേ 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 ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് ഈ അഹങ്കാരം. അതുകൊണ്ട് അതേപോലെ ജീവിക്കാൻ ഇടവരട്ടെ. മേ മേ എന്ന് കരയണത് ആടാണ് അല്ലേ, ആടിനെ പോലെ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. പിന്നീടാണ് ബൃഹസ്പതി സവം എന്ന ഗംഭീരമായിട്ടുള്ള യജ്ഞം നടത്താനായിട്ട് തീരുമാനിച്ചത്. യജ്ഞത്തിന്റെ ലക്ഷ്യം എന്താ? സാധാരണ രീതിയിൽ യജ്ഞത്തിന്റെ ലക്ഷ്യം എന്താ? ലോകാ സമസ്താ സുഖിനോ ഭവന്തു, സർവേ ഭവന്തു സുഖിന, സ്വസ്ത്യസ്തു വിശ്വസ്യ
ഇതായിരിക്കണം ഓരോ യജ്ഞത്തിൻ്റെയും ലക്ഷ്യം. എന്നാൽ ദക്ഷന്റെ യജ്ഞത്തിന്റെ ലക്ഷ്യം മഹാദേവനെ അപമാനിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ക്ഷണിച്ചാലും അവിടെ ശിവനെ ക്ഷണിക്കരുത്. എൻ്റെ മകളുണ്ട് അവിടെ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അവിടെ പോയി കത്ത് കൊടുത്താൽ വിവരമറിയുന്ന പറഞ്ഞത്. അവിടെ ക്ഷണം നടത്തി എന്നറിഞ്ഞാൽ തൽക്ഷണം അവൻ്റെ ക്ഷണനം ഞാൻ നടത്തുമെന്നാണ്, അവനെ ഞാൻ ഇല്ലാതെയാക്കുന്നതാണ് ദക്ഷന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് 15 പെൺകുട്ടികളുടെ മക്കളുടെ അടുത്തും പ്രത്യേകം ക്ഷണം. സതിക്ക് മാത്രം ക്ഷണമില്ല. സതിക്ക് വല്ലാത്ത വിഷമായി. എങ്കിലും സതി സ്വയം സമാധാനിച്ചു, അച്ഛൻ തിരക്ക് കാരണം വിട്ടുപോയതാവും. അതുകൊണ്ട് മഹാദേവനോട് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഞാൻ ഏതായാലും വരുന്നില്ല. അല്ലേ, എല്ലാം അറിയുന്ന ആളെ, വിജ്ഞാതാർത്ഥോപി ഭഗവാൻ, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ എല്ലാം അറിയാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ദേവി പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം അവിടെ ദക്ഷപുത്രി എന്നുള്ള ആ വാത്സല്യം അവിടെ ഉണ്ടാവില്ല. മറിച്ച് മഹാദേവന്റെ പത്നി എന്നുള്ള രീതിയിലാണ് കാണുക. അതുകൊണ്ട് തന്നെ ശിവപത്നി, അത് അശിവപത്നിയായിട്ടാണ് കാണുക. അപ്പൊ അതുകൊണ്ട് പോകാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. ദേവിക്ക് നിർബന്ധം, എങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നന്ദികേശ്വരന്റെ പുറത്ത് കയറി ഭൂതഗണങ്ങളോടുകൂടി ദേവി അവിടെ എത്തിയപ്പോ അമ്മയും സഹോദരിമാരുണ്ട്. എത്ര കാലമായി കണ്ടിട്ട്. അവര് അടുത്തേക്ക് വരാൻ പുറപ്പെടുമ്പോഴേക്കും അഹങ്കാരത്തിന്റെ ആ ദക്ഷഭാവം ആവോളം കണ്ടു ആ ദേവി. സതീദേവി നോക്കുമ്പോൾ അമ്മയെയും തൻ്റെ സഹോദരിമാരെയും തൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ അവഗണനയോടുകൂടി ക്ഷണിക്കാത്ത ദിക്കിൽ നിനക്ക് വരാൻ നാണമാവില്ലേ എന്നുള്ള രീതിയിൽ രൂക്ഷമായി നോക്കുന്ന അച്ഛൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ആ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്നാൽ അതിനേക്കാൾ വേദനിച്ചത് എന്താ? മഹാദേവനെ യജ്ഞഭാഗം വെച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ശിവ എന്ന 2 അക്ഷരം അറിയാതെ ജപിക്കുന്നവന് പോലും മുക്തി നൽകുന്ന ആ ഭഗവാനെയാണ് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. യൽ ദ്വക്ഷരം നാമഗിരേരിതം നൃണാം സകൃൽ പ്രസംഗാദഖമാശു ഹന്തി തൽ. എല്ലാ പാപങ്ങളും തീരും. മംഗളമൂർത്തിയായിരിക്കുന്ന ആ മഹാദേവനെ ഇവിടെ അപമാനിച്ചിരിക്കുന്നു. ഇത് സഹിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത്? തൻ്റെ മുമ്പിൽ 3 വഴികളാണുള്ളത്. സതീദേവി ആലോചിച്ചു. ഒന്ന്, ഇതൊക്കെ ചെയ്യുന്ന അച്ഛൻ്റെ നാവ് പിഴുതെറിയുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അത് സാധിക്കില്ല. അച്ഛനാണ്, അല്ലേ, തനിക്ക് ജന്മം തന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അത് സാധിക്കില്ല. പിന്നെ മറ്റൊന്ന് സാധിക്കുന്നത്, താൻ എവിടുന്നാണോ വന്നത് ആ ശിവപാദങ്ങളെ തന്നെ ശരണം പ്രാപിക്കുക. ലോകം മുഴുവൻ ഭവാനീവ ഭവം പ്രഭും പതിമിംഗിത കോവിദ എന്നൊക്കെ തൻ്റെ പരിചരണത്തെക്കുറിച്ച് പറയാറുണ്ട്. മഹാദേവനെ താൻ പരിചരിക്കുന്നതാണത്രേ ഭാര്യമാര് ഭർത്താക്കന്മാരെ പരിചരിക്കുന്നതിനുള്ള മാതൃക. അപ്പൊ ഇനി പരിചരിക്കാൻ ചെന്നാൽ തനിക്ക് പരിചരിക്കാൻ സാധിക്കില്ല. കാരണം തൻ്റെ ഈ ശരീരമാകുന്ന കൂവളത്തില ദക്ഷന്റെ പുത്രിയാണ് എന്ന പുഴുക്കുത്തേറ്റ് അത് പൂജയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത കൂവളത്തിലയായി മാറി, വില്ലുപത്രമായി മാറി. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം? 3ാമത്തെ വഴിയാണ്. അത് ഭഗവാന്റെ പാദങ്ങളെ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് ഈ ദേഹം അങ്ങോട്ട് ഉപേക്ഷിക്കുക. ദക്ഷൻ നൽകിയ ഔദാര്യമായിട്ടുള്ള ഈ ദേഹം ഇനി തനിക്ക് വേണ്ട എന്ന് ദേവി ഉറപ്പിച്ചു. തതസ്വഭർത്തുശ്ചരണാംബുജാസവം ജഗദ്ഗുരോശ്ചിന്തയതി നചാപരം ദദർശദേഹോ ഹതകൽമഷസതി സദ്യ പ്രജ്വാല സമാധിജാഗ്നിന. യോഗശക്തി കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ച് അതിൽ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി. തൻ്റെ ഈ വില്വപത്രം ഭഗവാന്റെ പൂജയ്ക്ക് ഇനി യോജിച്ചതല്ലെങ്കിലും അഗ്നിയിലേക്ക് ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ, അത് ഭസ്മമായി കഴിഞ്ഞാൽ ഭസ്മവിലേപിതനായിരിക്കുന്ന ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവും എന്ന് കരുതിയിട്ടോ എന്തോ ദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ഭൂതഗണങ്ങൾ യുദ്ധത്തിനായി വന്നു. അവരെ ഋഭുക്കൾ എന്നറിയപ്പെടുന്ന ആ ദേവന്മാരെ അടിച്ചു ഓടിച്ചു. പിന്നീടാണ് നാരദ മഹർഷിയിൽ നിന്നും വിവരമറിഞ്ഞു. തൻ്റെ പ്രിയപത്നി അഗ്നിജ്വാലകളിൽ ദാ വെന്തുരുകി എന്നങ്ങനെ മനസ്സിലായപ്പോ മഹാദേവൻ തന്നെ അപമാനിച്ചപ്പോ
ലവലേശം കൂസലില്ലാതിരുന്ന ഭഗവാന് ഇപ്പതാ ദക്ഷന്റെ ദർപ്പത്തെ ഇല്ലാതെയാക്കണം എന്ന തോന്നല് വന്നു. ആ ഭഗവാൻ ദക്ഷിണാമൂർത്തി തന്റെ മുടിയിൽ നിന്ന് ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. തതോതികായസ്തനുവാ സ്പൃശന്തിവം സഹസ്രബാഹുർ ഘനരുക്തൃസൂര്യദൃക്ക്. ഭഗവാന്റെ പുരുഷസൂക്തത്തിലാണ് 1000 കൈകൾ എന്ന് പറയുക. അതേപോലെ തന്നെ നിരവധി കൈകളോടുകൂടി ആ വീരഭദ്ര പെരുമാൾ ഇങ്ങനെ നിന്നു. കരാളദംഷ്ട്രോജ്വലദഗ്നിമൂർധജ കപാലമാലി വിവിധോദ്യതായുധ തം കിം കരോമീതി. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ദക്ഷന്റെ യാഗം നശിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു. കാലനെ കുത്തിക്കോർത്ത തന്റെ തൃശൂലം കയ്യിലങ്ങടെ ഏൽപ്പിച്ചു. അത് എടുത്തും കൊണ്ട് അട്ടഹസിച്ചും കൊണ്ട് ആ വീരഭദ്ര പെരുമാള് ശിവഭൂതഗണങ്ങളോടുകൂടി ഇറങ്ങിച്ചെന്നു. അവിടെ ചെന്നു പത്നീശാലയില് ആ സ്ത്രീകളെ മുഴുവൻ പേടിപ്പിച്ചോടിച്ചു. ഋത്തുക്കളെ നല്ല പോലെ അടിച്ചു. ദേവന്മാർക്കും ആവോളം പൊതിര തല്ല് കിട്ടി. മഹാദേവനെ കളിയാക്കി ചിരിച്ച് താടി തടവി നിന്നിരുന്ന ഭൃഗു മഹർഷിയോട് ആ ഭൃഗു മഹർഷി ചെയ്ത പ്രവൃത്തി, നമുക്ക് ഈശ്വരൻ ഓരോന്ന് തരുന്നത് ഭഗവാന് സമർപ്പണം ചെയ്യാനാണ്, ഭഗവാനെ കളിയാക്കാനല്ല. അപ്പൊ കളിയാക്കി താടി തടവി ആ മഹാദേവനെ നോക്കി ചിരിച്ച ഭൃഗു മഹർഷിയുടെ താടി രോമങ്ങൾ പറിച്ചെടുത്തു. പൂഷാവിന്റെ പല്ലുകൾ കൊഴിച്ചു. ഭഗന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. എല്ലാം വേണ്ടതുപോലെ ആ താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ അതിന് അതേപോലെയുള്ള മറുപടി ഈശ്വരന് കിട്ടും. വീരഭദ്രൻ അങ്ങനെ തന്നെയാ ചെയ്തത്. പിന്നെ അഹങ്കാരത്തിന്റെ ദക്ഷശിരസ് മുറിച്ചെടുത്ത് നേരെ അഗ്നിയിൽ ഹോമിച്ചു. എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന അഗ്നി ദക്ഷന്റെ ആ തലയെയും തൻ്റെ വിശേഷമായിട്ടുള്ള ഭക്ഷണമാക്കി മാറ്റി. രുദ്രഭാഗം കൽപ്പിച്ചില്ല. ഇപ്പോ ആ തല അഗ്നിക്ക് സമർപ്പിക്കപ്പെട്ടു. പിന്നീട് അവിടെയുള്ള നെയ്യ് മുഴുവൻ വീരഭദ്ര പെരുമാള് ആ ഗുണ്ടത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു. അതോടുകൂടി ആളിക്കത്തി എല്ലാം അഗ്നിക്ക് സമർപ്പിച്ചു. അഗ്നയെ ഇതം നമമ എന്ന് പറഞ്ഞ് വീരഭദ്ര പെരുമാൾ തിരിച്ചു വന്ന് തൃശൂലം മഹാദേവന്റെ കാക്കൽ വെച്ച് നമസ്കരിച്ചു. അപ്പോഴാണ് മഹാദേവൻ ശംഭോ രുദ്ര മഹാദേവ ശങ്കര രുദ്ര മഹാദേവ എന്നിങ്ങനെ ഉറക്ക കേൾക്കണു. കൈലാസത്തിന്റെ മുകളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് തർക്കമുദ്രയോടുകൂടി വേണ്ട ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ അകലേ നിന്ന് അച്ഛനും ദേവന്മാരും വരുന്നത് കണ്ടു. മഹാദേവൻ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണല്ലോ ഉണ്ടായത്. ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ദേവന്മാർ ഓടി വന്നു ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, എനിക്കിപ്പോ ആരോടും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വൈരമൊന്നുമില്ല, പക്ഷേ ദക്ഷന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുക. ഭഗവാൻ പറഞ്ഞില്ലേ, നമേ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഭക്തന് എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ ഞാൻ അതിന് തീർച്ചയായും മറുപടി പറയും എന്ന് കാണിക്കുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, ഇനി യാഗങ്ങളിൽ ബാക്കി വരുന്നത് മുഴുവൻ രുദ്രഭാഗമായിട്ട് കൽപ്പിച്ചേക്കണു എന്ന് പറഞ്ഞു. അങ്ങ് വന്ന് അങ്ങയുടെ വാഹനമായ നന്ദികേശന്റെ ആ ശാപത്തെ സത്യമാക്കാൻ അവിടേക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാദേവൻ, ബ്രഹ്മാവ്, അതേപോലെ ദേവന്മാരൊക്കെ കൂടി വീണ്ടും ആ യാഗശാലയിലേക്ക് എത്തി. എല്ലായിടവും അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഭഗവത് സങ്കല്പം അറിയുന്നത് പോലെ ആ ദക്ഷന്റെ കബന്ധം മാത്രം അവിടെ കിടക്കുന്നുണ്ട്. ആടിന്റെ തല കൊണ്ടുവന്ന് ദക്ഷന്റെ കബന്ധത്തിൽ ആ മൃതദേഹത്തിൽ പിടിപ്പിച്ചതോടുകൂടി ദക്ഷൻ എഴുന്നേറ്റ് സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ ഹരനെ സ്തുതിച്ചു തുടങ്ങി ദക്ഷൻ. ദക്ഷന് ആ 2 നിലയ്ക്കും ഭഗവാന്റെ കാരുണ്യം ആലോചിക്കുമ്പോൾ ആനന്ദ കണ്ണീര് വരുന്നുണ്ട്. അതേപോലെ തന്നെ തൻ്റെ മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ അവള് അഗ്നിക്കിരയായത്. ഭൂയാനനുഗ്രഹ അഹോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മയി ധൃതോ യദഭിപ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാതുഭ്യം ഹരേശ്ച കുത ഏവ ധൃതവ്രതേഷു എന്ന രീതിയിൽ ആ മഹാദേവനെ അങ്ങനെ സ്തുതിച്ചു തുടങ്ങിയപ്പോ, ഭഗവാനെ സ്തുതിച്ചാൽ അല്ലേ ഹരനും ഹരിയും രണ്ടല്ല എന്ന് കാണിച്ചുകൊണ്ട് തഥാ പ്രാദുരഭൂധരി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു എല്ലാവരെയും.
അതിസുന്ദരമായ ഭഗവാന്റെ രൂപം കണ്ടു. ഹരിയും ഹരനും ബ്രഹ്മാവും അങ്ങനെ ചേർന്ന് നിൽക്കണു. ദക്ഷനും ഋത്വിക്കുകളും സദസ്യരും സാക്ഷാൽ മഹാദേവനും ഭൃഗുവും ബ്രഹ്മാവും ദേവേന്ദ്രനും ഋഷികളും സിദ്ധന്മാരും ലോകപാലന്മാരും യോഗേശ്വരന്മാരും മാറി മാറി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ സ്തുതിയൊക്കെ കേട്ട് സന്തോഷിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെയും മഹാദേവനെയും വേറെ കാണാൻ പാടില്ല. ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ സത്യമായിട്ടുള്ളത്. അതാണ് ദക്ഷയാഗം നമുക്ക് മറ്റൊരു കാര്യം പഠിപ്പിക്കണത്. ചില കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ശൈവന്മാര് വിഷ്ണുവിനെ ഭജിക്കില്ല, വിഷ്ണുവിൻ്റെ ഭക്തന്മാര് ശിവനെ ഭജിക്കില്ല. പക്ഷേ മഹാദേവനോട് പ്രാർത്ഥിക്കണത്, ആ ഭക്തശിരോമണി വാഴകുന്ന എന്താ പ്രാർത്ഥിക്കണത്? ഹരശങ്കര ശിവശങ്കര ദുരിതം കള ശിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ എന്നാണ്. ഏറ്റവും സന്തോഷം മഹാദേവന് ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഭഗവാനോ വൈഷ്ണവാനാം യഥാശംഭൂ എന്നാണ്. തൻ്റെ ഭക്തന്മാരിൽ മഹാദേവന് പ്രഥമസ്ഥാനം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷമായി ദക്ഷൻ ഭഗവാനെ സ്തുതിച്ചു, കാക്കൽ വീണ് നമസ്കരിച്ചു. അവിടുന്ന് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി എന്നും പറയുന്നു. ആ സതീദേവി പിന്നീട് ഹിമവൽ പുത്രിയായി, ഹൈമവതിയായി, പാർവതിയായി, പശുപതിയെ തൻ്റെ പതിയായി സ്വീകരിച്ചു. പിന്നീട് ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ പാർവതീപതി രമേശ്വരൗ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഹരിയുടെയും ഹരന്റെയും കാരുണ്യത്തിൻ്റെ കഥയാണ് ദക്ഷയാഗം. അതേപോലെ തന്നെ ഒരു 5 വയസ്സുകാരൻ, ആ ഉണ്ണിയുടെ ചെറിയ മോഹം, അതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ അത് വലിയൊരു സ്വപ്നതുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള മനോരഥത്തെ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് ഭഗവത് ഭജനം എത്തിച്ചു എന്നാണ്. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക എന്നുള്ള ചെറിയൊരു ആഗ്രഹം ഉണ്ണിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അച്ഛൻ്റെ മടിയിലിരിക്കാൻ പോയപ്പോൾ സുരുചി എന്ന ആ രണ്ടാനമ്മയുടെ ക്രൂരവാക്കുകൾ അത് കേട്ടപ്പോൾ ആ ഉണ്ണിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്നാൽ സുരുചിയുടെ വാക്കിനെ അംഗീകരിക്കുന്ന സുനീതിയുടെ ധർമ്മബോധത്തെയാണ് നമ്മൾ വീണ് നമസ്കരിക്കേണ്ടത്. ഇത്തരം അമ്മമാരാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റണത്. ഒരിക്കലും പറഞ്ഞില്ല ഉണ്ണിയെ ആ ചെറിയമ്മ ചീത്ത പറഞ്ഞത് എന്ന് ചിന്തിക്കാനേ പാടില്ല എന്നാ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരാവണം അച്ഛനമ്മമാര്. അല്ലാതെ ദക്ഷന്റെ അച്ഛനായ ബ്രഹ്മാവിനെ പോലെ ധാതുരതിലാളനയാ അധികം ലാളിക്കല്ല വേണ്ടത്. വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഉണ്ണി വിചാരിക്കണത് സുരുചി ചെറിയമ്മ ചീത്ത പറഞ്ഞു എന്നല്ലേ. എന്താ ചെറിയമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു, തപസാരാധ്യ പുരുഷം, ഭഗവാനെ ഭജിക്കണം എന്നല്ലേ പറഞ്ഞത്. അതെങ്ങനെയാ ചീത്തയാവുക ഉണ്ണി? അതാണ് ലോകത്തിലെ ഏറ്റവും നല്ലത്. ഉണ്ണിയുടെ അച്ഛൻ ഉത്താനപാദന് ഈ രാജ്യാധികാരം കിട്ടാൻ എന്താ കാരണം? മുത്തച്ഛനായ സ്വയംഭൂമനുവിന്, മുതുമുത്തച്ഛനായ ആ ബ്രഹ്മാവിന് പാരമേഷ്ഠ്യ പദവി ലഭിച്ചതൊക്കെ ആ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മോശം വാക്കാവുക ഏറ്റവും നല്ലതാണെന്നാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നിലയിലേക്കല്ല, അതിനും അപ്പുറത്തേക്ക് എത്തും. എല്ലാവർക്കും ആഗ്രഹം എന്താ? കുട്ടികളൊക്കെ സ്റ്റാർ ആവണം എന്നാണ്, സൂപ്പർ സ്റ്റാർ ആവണം എന്നാണ്. ധ്രുവനാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സ്റ്റാറായി മാറിയ ഏറ്റവും വലിയ ഭക്തൻ അല്ലേ? ഇന്നും നമുക്ക് കാണാം ഭക്തിയുടെ ആ വെള്ളിത്തിളക്കമായി ആകാശവീതിയിൽ ധ്രുവ നക്ഷത്രം മിന്നിത്തിളങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം ആ അമ്മയാണ്, ആ അമ്മയുടെ നന്മ നിറഞ്ഞ മനസ്സാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എല്ലാത്തിലും നല്ലത് കാണാൻ സാധിക്കണം. സാധാരണ രീതിയിൽ നമ്മളൊക്കെ വിപരീതമായിട്ടാണ് നമ്മൾ ചിന്തിക്കുക. പറയാറുണ്ട്, ഗുരുവായൂരപ്പനെ തൊഴാൻ ചെല്ലുമ്പോൾ കാവക്കാർ നമ്മളോട് പറയും, തൊഴുതുമാറൂ തൊഴുതുമാറൂ തൊഴുതുമാറൂ. അവർക്ക് വേറൊന്നും പറയാനില്ല. നമുക്ക് തോന്നും, അയ്യോ ഇതെന്താ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു നിമിഷം ഞാൻ നിൽക്കട്ടെ. അവരുടെ അടുത്ത് ദേഷ്യപ്പെടും നമ്മൾ. അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ട്? അവരെ അതിനാണ് ഇവിടെ നിർത്തിയേക്കുന്നത്. അവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരോട് പൊക്കോളാൻ പറയും. വേറെ ചില ആളുകൾ അവരോട് പറയും പൊക്കോളാൻ, ഇവിടെ നിൽക്കണ്ടാന്ന്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഭക്തയ്ക്ക് തോന്നി ഇത്
ഭഗവാൻ പറയണതാണ്, എല്ലാം ഭഗവാൻ പറയണതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഭഗവാൻ പറയണത് എന്ന് ആലോചിച്ചപ്പോ ഭഗവാൻ വലിയൊരു കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്? തൊഴുതു മാറൂ. എത്ര കാലമായി തൊഴുതു തുടങ്ങിയിട്ട് ഭഗവാൻ ചോദിക്കുക, എന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായി നിങ്ങൾക്ക് എന്ന് ചോദിക്കുക നമ്മളോട്. തൊഴുതു മാറണം എന്നാണ് പറയണത്. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഭാഗവതം കേട്ടിട്ട്? ഭഗവാനെ തൊഴുതട്ട് ഇല്ലാന്നാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇതുള്ളത് കൊണ്ടാണ് എനിക്ക് ആദ്യം തൊഴണമെന്നും മറ്റുള്ളവരെ എന്നെ തൊടുമ്പോൾ ദേഷ്യം വരണതും മാത്സര്യവും ക്രോധവും ഒക്കെ നമുക്ക് ഉണ്ടാവണത്. അതില്ലെങ്കിലോ എവിടെ നിന്നാലും ഭഗവാനെ കാണാൻ സാധിക്കും. എനിക്ക് 4 മണിക്കൂർ വരി നിൽക്കാൻ ഭാഗ്യമുണ്ടായി. ഒരാൾ ആവേശത്തോടു കൂടി പറയുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. ഒരാളും പറയാത്തതാണ്, അയ്യോ തിരക്ക്, ഇനി ഞാൻ ഗുരുവായൂരപ്പനെ തൊഴാൻ പോണില്ല എന്നാണ് ആളുകൾ പറയുക. പക്ഷെ യഥാർത്ഥ ഭക്തൻ എന്താ പറയണത്? 4 മണിക്കൂർ എനിക്ക് വരി നിൽക്കാൻ പറ്റി, എന്തൊരു ഭാഗ്യം. അതെന്താ ഇങ്ങനെ പറയണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ സമയത്ത് ഞാൻ സഹസ്രനാമം ജപിച്ചു, അഷ്ടോത്തര ശതം ജപിച്ചു, ഭുജംഗപ്രയാതം ജപിച്ചു, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി, നാമം ജപിച്ചു, ഭക്തന്മാരെ കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ ആനപ്പുറത്ത് എന്നെ കാണാൻ ശിവേലിയുടെ സമയത്ത് ഭഗവാൻ ഇങ്ങോട്ട് വന്നില്ലേ? ഇതിൽ പരം ഭാഗ്യം വേറെ എന്താ? ഞാൻ അവിടെ അകത്തിരിക്കണത് മാത്രമാണ് ഗുരുവായൂരപ്പൻ എന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഉത്സവമൂർത്തിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ലേ? ഞാൻ ഇവിടെ നിന്ന് നമസ്കരിച്ചില്ലേ? അതുപോരെ. അങ്ങനെ ചിന്തിക്കാറാവണം അല്ലേ? എല്ലാം നല്ലതായിട്ട് കാണാനുള്ള മനസ്സുണ്ടായാൽ ജീവിതം ഏറ്റവും സുഖമാണ്. പകുതി വെള്ളം ഉണ്ട് എന്നും പറയാം, പകുതി വെള്ളമില്ല എന്നും പറയാം പാത്രത്തിൽ. നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? നല്ല വെയിലും നല്ല ചൂടും നല്ല മഴയും നല്ല കാലുവേദനയും നല്ല കൈവേദനയും നല്ല തലവേദനയും ഒക്കെയാണ് നമുക്ക്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ നല്ലതായിട്ട് തീരും. മറിച്ച് ഒടുക്കത്തെ ചൂടും നശിച്ച മഴയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ അതേപോലെ തന്നെ നമുക്ക് വരികയും ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ പെരുമാറണു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ അവകാശങ്ങളെക്കുറിച്ചാണ് ചിന്ത, നമ്മുടെ കടമകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. കടമകളെക്കുറിച്ച് ചിന്തിച്ചാൽ തീർച്ചയായും ഭഗവാന്റെ കാരുണ്യം എത്ര വലുതാണെന്ന് മനസ്സിലാവും. ചെരുപ്പ് കിട്ടാത്തവൻ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കാലില്ലാതെ നടന്നു പോണ ഒരാളെ കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഭഗവാൻ എത്ര കാരുണ്യ സ്വരൂപനാണെന്ന്. സത്യത്തിൽ കരുണ ചെയ്യുവാനെന്തു താമസം എന്ന് പാടാൻ പോലും നമുക്ക് അർഹതയില്ല. എത്രയോ കാരുണ്യം ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇതേപോലെ ഒരു അമ്മ, ആ അമ്മയുടെ വാക്ക് അനുസരിക്കുന്ന ഒരു പുത്രൻ, ഇതൊക്കെ ഭാഗവതം നമുക്ക് പറയാതെ പറഞ്ഞു തരുന്നുണ്ട്. അമ്മ പറഞ്ഞു തപസാരാധ്യ പുരുഷം, അത് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ണിക്ക് അറിയാം തപസ് ചെയ്യേണ്ടത് കാട്ടിൽ പോയിട്ടാണ്, അതുകൊണ്ട് പോവാന്ന് തീർച്ചപ്പെടുത്തി ഇറങ്ങി. ഉണ്ണി പോകുന്നത് ആരും കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്ന കണ്ണനാമുണ്ണി കണ്ടു. നാരദനെ വിളിച്ചു, നാരദ വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നാരദൻ ഇവിടെ വന്നിട്ട് കപടപടുധിർ നാരദ മുനി അല്ലേ, നാരദ മഹാസൂത്രശാലിയാണ്. നമ്മളെ പോലുള്ള ആളുകൾക്ക് പറഞ്ഞു തരികയാണ്, ഭഗവാനെ ഭജിക്കാൻ തീരുമാനിച്ചാൽ എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അത് കഴിഞ്ഞേ തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് നാരദൻ പറഞ്ഞു കൊടുത്തത്, ഉണ്ണിയുടെ കൊട്ടാരത്തിലെ സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. സൗകര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മഴ കൊള്ളേണ്ടി വരും, വെയിൽ കൊള്ളേണ്ടി വരും, ചൂട്, കാറ്റ്, മഞ്ഞ്, ക്രൂരമൃഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ മഹർഷി ഞാൻ എന്തിനാ പേടിക്കണത്, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞു തന്നേക്കണത്. നാരദൻ അവിടെ ഇതാ മനസ്സുകൊണ്ട് ആ ഉണ്ണിയുടെ കാക്കൾ വീണ് നമസ്കരിച്ചു. ഇതാണ് താൻ ഗംഭീരായിട്ട് ഭക്തി സൂത്രം എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് എഴുതിയത്. ഇത് തന്നെയുള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. എങ്കിൽ ഈ ഉണ്ണിക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ശക്തമായ ഒരു മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ. 3 വട്ടം ആ ചെവിയിൽ ചൊല്ലിയപ്പോഴേക്കും ഉണ്ണി അത് പഠിച്ചു. ഇത് ജപിച്ചാ മതി എന്ന് നാരദൻ പറഞ്ഞപ്പോൾ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഇതും ഭക്തന്റെ ഒരു ലക്ഷണമാണ്. സജ്ജനങ്ങൾ പറയണത് കേൾക്കുക. ചില ആളുകൾ പറയും, എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എന്താ വേണ്ടത്? നാമം ജപിച്ചോളൂ, അത് മാത്രം മതിയോ എന്ന് ചോദിക്കുക ആളുകൾ അല്ലേ. കാരണം എന്താ, അവർക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. വെറുതെ നാരായണ എന്ന് ജപിച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കുമോ എന്ന് സംശയം. ഈ സംശയമില്ലാതെയാവണം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി. അപ്പോഴാണ് ഇതൊക്കെ അനുഭവമായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് ധ്രുവൻ അച്ഛൻ
മടിയിൽ കയറിയിരിക്കാൻ മോഹിച്ചു. ചെറിയമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അമ്മ അതിനെ ഉറപ്പിച്ചു. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ഉണ്ണി നേരെ മധുവനത്തിൽ പോയി. ആ യമുനയിൽ മുങ്ങിക്കുളിച്ച് ഒരു കല്ലെടുത്ത് കൊണ്ടുവച്ചു. ശിലയെ ശിവരൂപമാക്കി ആ ഭഗവാൻ തന്നെയാണത് എന്ന് സങ്കല്പം ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് തപസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഉണ്ണി ഏതായാലും അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് ഫലമൂലാദികളൊക്കെ കൊണ്ടുവച്ചു. അച്ഛനൊക്കെ പൂജ കഴിക്കേണ്ടത് പോലെ അവിടെ കൊണ്ടുവച്ച് നെന്മിനി ഉണ്ണിയെപ്പോലെ അവിടെ കൊണ്ടുവച്ചിട്ട് ആ ഉണ്ണി ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ. വേറൊരു ചിന്തയില്ല. അങ്ങനെ ആദ്യത്തെ മാസം 3 ദിവസം കൂടുമ്പോൾ കണ്ണു തുറക്കുകയും അവിടെ ഭഗവാന് സമർപ്പിച്ച ആ ഫലമൂലാദികൾ ഭക്ഷിക്കുകയും, രണ്ടാമത്തെ മാസത്തിലെത്തിയപ്പോഴേക്കും 6 ദിവസം കഴിഞ്ഞപ്പോഴേ ഉണ്ണി കണ്ണു തുറന്നുള്ളൂ. അവിടെ വീണ് കിടന്ന ഇലയും അതേപോലെ വെള്ളമൊക്കെ കഴിച്ച് വിശപ്പടക്കി. 3-ാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോഴേക്കും 9 ദിവസമായി. ഉണ്ണിക്ക് അതൊന്നും വേണമെന്നില്ല, വെള്ളം മാത്രം കുടിച്ചാൽ മതി. 4-ാമത്തെ മാസത്തിലെത്തിയപ്പോൾ ഉണ്ണി വെറുതെ ഒന്ന് വായു ഇങ്ങനെ വലിച്ചു പിടിക്കും. അതോടുകൂടി തപസ് വീണ്ടും തുടരും. 5-ാമത്തെ മാസത്തിലായപ്പോ ജിതശ്വാസനായി ആ ഉണ്ണി. അതുകൊണ്ട് എന്തുണ്ടായി? ആന കയറിയ തോണി പോലെ ഭൂമി ഇളകാൻ തുടങ്ങി. ദേവന്മാര് ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഭഗവാനെ, ആ ഉണ്ണിയെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോ മാഭൈഷ്ടബാലം തപസോ ദുരത്യാൻ നിവർത്തയിഷ്യേ പ്രതിയാതസ്വധാമ. ഞാൻ ദാ പോവാണ്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ ആ ഭൃത്യനെ, തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഗരുഡന്റെ പുറത്തു കയറി. ഭൂരി കാരുണ്യവേകാൽ ഗജേന്ദ്രൻ താമരപ്പൂവ് അർച്ചിച്ചപ്പോ ഓടി വന്ന കാരുണ്യമൂർത്തി ഇവിടെ ആ 12 പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാന് സമർപ്പണം ചെയ്യുന്ന ഉണ്ണിയുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് ഉണ്ണി കണ്ടില്ല. തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദർദർശ. എപ്പോഴേ ഉണ്ണി കണ്ടുള്ളൂ, അകത്തുള്ള ഭഗവത് സ്വരൂപത്തെ ഭഗവാൻ ഒന്ന് മറച്ചു. ഉണ്ണി ബാഹ്യചക്ഷുസുകൾ അടച്ചു അകക്കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. ഇപ്പോ ആ അകക്കണ്ണ് അടഞ്ഞതുപോലെ വല്ലാത്തൊരു ഇരുട്ട്. ഇതെന്താണ്? കിബിതം കുതയേവേദി എന്ന രീതിയിൽ കണ്ണ് തുറന്നു നോക്കിയപ്പോ ദാ മുമ്പിൽ നിൽക്കണു ഭഗവാൻ. ഗരുഡന്റെ പുറത്ത് കയറി കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി, മിഴികൾ നിറയുകയും മൊഴികൾ മുറിയുകയും ചെയ്തു ആ ഉണ്ണിയുടെ. ഉണ്ണിക്ക് എന്താ പറയേണ്ടതെന്ന് ഇഷ്ടമില്ല. ഭഗവാന് മനസ്സിലായി, ഈ ഉണ്ണി എന്നെ ഒന്ന് സ്തുതിച്ചോട്ടെ എന്ന് തീർച്ചപ്പെടുത്തി ഭഗവാൻ കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാപസ്പർശബാലം. ആ ഉണ്ണിയുടെ കവിളിനോട് ചേർന്നൊന്നങ്ങനെ അങ്ങോട്ട് തലോടി. ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ തൻ്റെ കണ്ഠം കൊടുത്തവൻ, തൻ്റെ ശംഖം കൊടുത്തവനാണ്. അതേപോലെ ധ്രുവനും ദാ തൻ്റെ അനുഗ്രഹം നാദബ്രഹ്മത്തെ എന്നങ്ങോട്ട് തൊട്ടതോടുകൂടി 12 ആദിത്യതുല്യമായ 12 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഉണ്ണി എത്രയും ഉയരങ്ങളിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? എൻ്റെ ഉള്ളിൽ അവിടുന്നാണെന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ ഓരോ പ്രവൃത്തിയും അവിടുത്തെ സങ്കല്പമാണെന്ന് തിരിച്ചറിഞ്ഞു. ഒന്നുമെൻ നൈപുണ്യമല്ല ദേവ, എല്ലാം നിൻ കാരുണ്യം ഒന്നു മാത്രം എന്ന് ഉറപ്പായി ഉണ്ണിക്ക്. അതാണ് യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംഷ്ടഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്തേ പ്രാർത്ഥിച്ചുള്ളൂ? ഭക്തി ഉണ്ടാവണേന്ന് മാത്രം പ്രാർത്ഥിച്ച ആ ഉണ്ണി ഭഗവാൻ ആവോളം കൊടുക്കുന്നത് മുക്തിയാണെങ്കിലും തൻ്റെ മുമ്പിൽ എത്തി തന്നെ കാക്കൽ വീണ് നമസ്കരിക്കുന്ന തൻ്റെ ഭക്തന് ഭക്തിക്ക് അർഹതയുണ്ടെങ്കിൽ ഭഗവാൻ അത് കൊടുക്കും. അത് ധ്രുവനാവട്ടെ, പ്രഹ്ലാദനാവട്ടെ, തന്നോടൊപ്പം ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഓടിക്കളിച്ച തൻ്റെ പ്രിയ കൂട്ടുകാരൻ ശ്രീരാമാവട്ടെ, അല്ലേ? ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ശ്രീരാമാവിനെ ഞാൻ കൂട്ടുകാരനാക്കിയത് എന്ന് കുചേലവൃത്തം എന്ന് നമ്മൾ പറയുന്ന ശ്രീരാമചരിത്രത്തിലും പൃഥുഗോപാഖ്യാനത്തിലും പറയുന്നുണ്ട്. കൂട്ടുകാരാന്ന് വിളിക്കണില്ല, കാരണം ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്.
ഇത് നാട്ടുകാരറിഞ്ഞോട്ടെ എന്നാണ് ഭഗവാന്റെ സങ്കല്പം. പിന്നെ എപ്പോഴാണ് ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും വിട്ടുപോയത്? അതുവരെയൊക്കെ ഭഗവാൻ പിടിച്ചു നിന്നു. ഇഭരാടിവ ഭിന്നസേതു എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ ആ അവിൽക്കിഴി അങ്ങോട്ട് കയ്യിൽ കിട്ടിയപ്പോ അതിൽ ഭക്തിയുടെ ആ പൂർണ്ണത ഇങ്ങനെ കണ്ടപ്പോ അപ്പോഴാണ് അന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേന്ന് അങ്ങോട്ട് വിളിച്ചു, ഉറക്കെ അങ്ങോട്ട് വിളിച്ചു. അതാണ് ഭഗവാന്റെ കാരുണ്യം. ധ്രുവന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. 36,000 വർഷം രാജ്യം ഭരിക്കുക. ഉത്തമനും അതേപോലെ തന്നെ സുരുചിയും ഭക്തജനദ്രോഹം എന്നുള്ളത് കൊണ്ടാണ് സുരുചി കാട്ടുതീയിൽ മരിക്കാൻ പോണത്. ഉത്തമനും അതെ യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടും. അവസാനം നീ എന്നിലേക്ക് തന്നെ ലയിച്ചു ചേരും. വൈകുണ്ഠലോകം ഭക്തന്റെ പേരിലും അറിയപ്പെടാൻ തുടങ്ങി, ധ്രുവലോകം എന്നുള്ള രീതിയിൽ. കുണ്ഠിതങ്ങളില്ലാത്ത, ജനന മരണങ്ങളില്ലാത്ത ആ ദിവ്യമായ ലോകത്തിലേക്ക് വരാൻ ഭഗവാൻ നിർദ്ദേശം കൊടുത്തു. ഇനി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. വീണിങ്ങനെ നമസ്കരിച്ചു ആ ഉണ്ണി. അവിടെ ഉപവനത്തിൽ അച്ഛനും അതേപോലെ സുരുചിച്ചെറിയമ്മയും അമ്മയും വന്നപ്പോ അച്ഛനെ നമസ്കരിച്ചു. പിന്നീട് സുരുചിച്ചെറിയമ്മയുടെ കാക്കൽ വീണ് നമസ്കരിച്ചു. ഉണ്ണിക്ക് മനസ്സിലായി, എന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ കാരുണ്യം വർഷിച്ചത് എൻ്റെ ചെറിയമ്മയാണ്. പിന്നെ അമ്മയെ നമസ്കരിച്ചു, ഉത്തമനെ ആലിംഗനം ചെയ്തു. ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു. യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടെ ആ തനിക്ക് തോൽവി അണയും എന്നൊരു അവസ്ഥ വന്നപ്പോ ഭഗവാനെ വിചാരിച്ചു. നാരദ മഹർഷി വന്ന് നാരായണാസ്ത്രം ഉപദേശിച്ചു. യക്ഷന്മാര് കൊല്ലപ്പെടാൻ തുടങ്ങി. കുബേരൻ, സാക്ഷാൽ ധനപതിയായിരിക്കുന്ന കുബേരൻ വന്ന് യുദ്ധം നിർത്താൻ അഭ്യർത്ഥിച്ചു. എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. എങ്കിൽ ആ ഭക്തി തരണം, മറ്റൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ധ്രുവൻ അവസാനം വിഷ്ണു പാർഷദന്മാർ കൊണ്ടുവന്ന ആ വിമാനത്തിലേക്ക് കയറാൻ പുറപ്പെട്ടപ്പോ, സാധാരണ മരണം വന്നു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കോണിയിൽ കിടത്തിയിട്ടാണ് കൊണ്ടുപോവുക അല്ലേ? ഇവിടെ മരണം തന്നെ കോണിയായിട്ട് വന്നു. ആർക്കാ? ധ്രുവന്. മൃത്യോർമൂർധിപദം ദത്വാ ആരുരോഹാത്ഭുതം ഗൃഹം. വിമാനം വന്നു കഴിഞ്ഞാലേ, ഇപ്പോഴത്തെ വിമാനം വന്നാലും അങ്ങനെ തന്നെയാണ്, കയറാൻ വേണ്ടി കോണി പുറമേന്ന് വരണം അല്ലേ? ഇതേപോലെ ഈ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി ഈ ഉണ്ണിയുടെ മുമ്പിൽ കോണിയായി വന്നത് ആരാ? സാക്ഷാൽ മരണദേവൻ തന്നെയാണ് വന്നത്. തലയും താഴ്ത്തി എന്ന് വെച്ചാൽ മരണത്തെ ജയിച്ചു എന്ന് തന്നെ. അങ്ങനെ വിമാനത്തിലേക്ക് കയറുമ്പോൾ ധ്രുവൻ വിഷ്ണു പാർഷദന്മാരോട് പറഞ്ഞു, എനിക്ക് ഒരാളെ കൂടി കൊണ്ടുപോകാനുണ്ട്. എന്നെ ഈ പദത്തിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട അമ്മ. വിഷ്ണു പാർഷദന്മാരൊന്ന് ചിരിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, മഹാരാജാവേ, ദാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. മുമ്പിൽ മറ്റൊരു വിമാനം. ഭഗവാൻ ആദ്യം അല്ലേ, നമ്മളൊക്കെ വിശിഷ്ട വ്യക്തികൾക്ക് പ്രത്യേകമായിട്ടുള്ള വിമാനം. അപ്പൊ ഇതുപോലൊരു ഭക്തനെ ലോകത്തിന് നൽകിയ ആ അമ്മയെയാണ് ആദ്യം അവിടെ എത്തിക്കേണ്ടതെന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ തൻ്റെ ഭക്തനെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഭജിക്കാനുള്ള ഉപദേശം കൊടുത്ത ഭക്തയായ ആ സുനീതിക്ക് ആദ്യം ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിച്ചു. പുരോയാനേന ഗച്ഛതി, മുമ്പിലുള്ള വിമാനത്തില് പോണത് ഇങ്ങനെ കണ്ടു, സന്തോഷായി. അപ്പൊ ധ്രുവൻ വരുന്ന സമയത്ത് ധ്രുവനെ സ്വീകരിക്കാൻ അമ്മ വേണം. ആ ഉണ്ണിയുടെ നെറ്റിയിൽ ഭഗവത് പ്രസാദം ചാർത്താൻ അമ്മ വേണം എന്ന് എല്ലാവരെക്കാളും കൂടുതൽ അറിയുന്ന ആള് ഭഗവാനാണ്. അതുകൊണ്ടാണ് സുനീതിയെ ആദ്യം അവിടുന്ന് പറഞ്ഞു അയച്ചത്. അങ്ങനെ സുനീതി ആദ്യം ഭഗവാന്റെ പാദത്തിലെത്തി, പിന്നാലെ ധ്രുവനും അവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അത്യധികം മനോഹരമായിരിക്കുന്ന ധ്രുവ ചരിത്രം, ഭക്തിയുടെ ഉദാത്തമായ ചരിത്രം. ഇതൊക്കെ കുറേ കേൾക്കുമ്പോൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറേ കേൾക്കുകയും കുറേ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ഇനി എനിക്ക് ഉറപ്പാണ്, ഗുരുവായൂരപ്പനെ തൊഴാൻ പോയി നിൽക്കുമ്പോൾ തൊഴുതു മാറൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കണ ആർക്കും ദേഷ്യം വരില്ല, ഉറപ്പാണ് അല്ലേ? തൊഴുതു മാറണ്ടേ നമ്മള് എന്ന് തോന്നും നമുക്ക്. അപ്പൊ അങ്ങനെ എല്ലാവരും മാറിക്കഴിഞ്ഞാലോ എന്തൊരു രസമായിരിക്കും അല്ലേ? വളരെ ഭംഗിയായി ഭഗവാന്റെ നാമം ജപിച്ച് സന്തോഷത്തോടു കൂടി
അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അല്ലേ, ആ ശ്രീവൈകുണ്ഠത്തിലേക്ക് അണമുറിയാത്ത ഭക്തി ഗംഗകൾ ഇങ്ങനെ ഒഴുകട്ടെ. ഗുരുവായൂരപ്പനാകുന്ന കരുണാസമുദ്രത്തിലേക്ക് ലയിച്ചു ചേരട്ടെ. ആ ഭക്തി ഗംഗ അല്ലേ, പല പേരുകളിൽ യമുനയും ഗംഗയും നിളയും കാവേരിയും സരസ്വതിയും അതിനൊക്കെ പേരുണ്ട്. പക്ഷെ ആ പേര് എപ്പോഴില്ലാതെയാവും? ഭഗവാനുമായിട്ട് ചേരുമ്പോൾ. രാസലീല നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ അതാണ്. കാരണം അത് ഭാഗവതത്തിൻ്റെ സാരലീലയാണ്. ഓരോരുത്തരും ഭഗവാനിലേക്ക് ചേർന്ന പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. രാസപഞ്ചാധ്യായി എന്ന് പറയുന്നത് ആ 5 അധ്യായങ്ങളിലൂടെ ഭാഗവതത്തിൻ്റെ പഞ്ചസാരയാണ്. ആ മധുരം അനുഭവിക്കാൻ രാസലീല പഠിച്ചാൽ മതി, രാസലീല കേട്ടാൽ മതി. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ ഒരു കീർത്തനം കൂടി പാടി നമുക്ക് സമർപ്പിക്കാം.